നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. വെള്ളമുയരുന്നതിനാൽ കാനോലി കനാലിനോട് ചേർന്ന പടിയം, മുറ്റിച്ചൂർ, ചെമ്മാപ്പള്ളി, പയ്യന്നൂർ, താന്യം എന്നിവിടങ്ങളിലും കരുവന്നൂർ പുഴയോട് ചേർന്ന കിഴുപ്പുള്ളിക്കര, അഴിമാവ്, ചിറക്കൽ, കോലോത്തുംകടവ് എന്നിവിടങ്ങളിലും പുഴയോരത്തുള്ള ആളുകൾ ക്യാമ്പിലേക്ക് മാറി. കരുവന്നൂർ പുഴയോട് ചേർന്ന കമന്റോ മുഖം ബണ്ട് തകർന്നതിനാൽ വലിയ തോതിൽ വെള്ളം കനാലിലൂടെ കോൾ മേഖലകളിലേക്ക് കയറുന്നുണ്ട്. ഇതുമൂലം ചാഴൂർ, ആലപ്പാട്, പുള്ള്, പുറത്തൂർ കോൾപ്പാടത്ത് വലിയ തോതിൽ വെള്ളമുയർന്നു. അന്തിക്കാട്ടേക്കും ഈ വെള്ളമെത്തും. കോളിനോട് ചേർന്ന ജനവാസ കേന്ദ്രങ്ങളിലും കനത്ത വെള്ളക്കെട്ടാണ്. ഇവിടങ്ങളിലും ആളുകൾ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട്. താന്യം പഞ്ചായത്തിൽ താന്യം GHSS കിഴുപ്പുള്ളിക്കര, നളന്ത GHSS കിഴുപ്പുള്ളിക്കര, SNM LP സ്കൂൾ എന്നിവയും, ചാഴൂർ പഞ്ചായത്തിൽ കുറുമ്പിലാവ് GLP സ്കൂൾ, ആലപ്പാട് GLP സ്കൂൾ എന്നിവിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി. താന്യം ഗവൺമെന്റ് സ്കൂൾ 16 കുടുംബങ്ങളിൽ നിന്നായി 40ഓളം പേർ ക്യാമ്പിലുണ്ട്. ഇവർക്കായി തൃപ്രയാർ CHSലെ ഡോക്ടർമാർ ആരോഗ്യ പരിശോധന നടത്തി. ആരോഗ്യ പ്രവർത്തകർ മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുമെടുത്തു. പഴുവിൽ കിഴുപ്പുള്ളിക്കര, പുള്ള്, മനക്കൊടി, കുണ്ടോളിക്കടവ്, പള്ളിപ്പുറം റോഡുകളിൽ വെള്ളമുയർന്നതുമൂലം ഗതാഗതം സാധ്യമല്ല. പഴുവിൽ ഗോകുലം സ്കൂളിന് സമീപം മാങ്ങാട്ടുപാടത്ത് നിന്ന് റോഡിലേക്ക് വെള്ളമുയർന്നു. പഴുവിൽ പള്ളിനടയിലും റോഡിലേക്ക് വെള്ളമെത്തി. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമായതുമൂലം ചിറക്കൽ തോടിനോട് കുറുകെ നിർമ്മിച്ച താൽക്കാലിക പാലം പൊളിച്ചു. പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് താൽക്കാലിക സംവിധാനം ഒരുക്കിയിരുന്നത്. അശാസ്ത്രീയമായി താൽക്കാലിക പാലം നിർമ്മിച്ചതുമൂലം വെള്ളമൊഴുകാതെ പാലത്തിന്റെ തെക്കുവശത്ത് കനത്ത വെള്ളക്കെട്ടുണ്ടായി. ഇതുമൂലം ചിറ്റുവേലി തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. ഇവർ പ്രതിഷേധിച്ചപ്പോഴാണ് പാലം പൊളിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. താൽക്കാലിക പാലത്തിൽ 5 ചെറിയ ഓവുകളാണ് വെള്ളമൊഴുകാനായി സ്ഥാപിച്ചിരുന്നത്. ഇതിനു പകരം വലിയ ഓവുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ നിർമ്മാണ സമയത്ത് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കരാറുകാരൻ തയ്യാറായിരുന്നില്ല. താൽക്കാലിക പാലം പൊളിച്ചതുമൂലം വൻ തുകയാണ് നഷ്ടമായിരിക്കുന്നത്. ചിറക്കൽ തോട്ടിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് നീരൊഴുക്ക് നിലച്ചതുമൂലം സ്ലൂയിസ് യഥാസമയം തുറക്കാത്തതുമൂലവും മാട്ടുമ്മൽ പ്രദേശത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തടസ്സങ്ങൾ തോട്ടിലെ നീരൊഴുക്ക് സുഗമമാക്കാതെ ചിറക്കൽ താൽക്കാലിക പാലം പൊളിക്കരുതെന്നാവശ്യപ്പെട്ട് മാട്ടുമ്മൽ നിവാസികളും പ്രതിഷേധവുമായി എത്തി. തുടർന്ന് പോലീസ് എത്തിയാണ് പാലം പൊളിച്ചത്. പെരുമഴ പെയ്ത് നാടാകെ വെള്ളക്കെട്ടിൽ അമരുമ്പോഴും സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്ത ഇറിഗേഷൻ AEക്കെതിരെ പൊട്ടിത്തെറിച്ച് മുരളി പെരുന്നെല്ലി MLA. അരിമ്പൂർ പഞ്ചായത്തിലെ കോൾ മേഖലയോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിന് പ്രധാന കാരണം മണലൂർ താഴംകോൾ പടവിലെ സ്ലൂയിസുകൾ തുറക്കാത്തതുകൊണ്ടാണെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ പരാതി പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ മണലൂർ താഴംകോൾ പടവിലെ സ്ലൂയിസുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ AE സജിത്തിനോട് MLA യോഗത്തിൽ വെച്ച് ആവശ്യപ്പെട്ടപ്പോൾ അത് തന്റെ ഉത്തരവാദിത്തമല്ലെന്ന തരത്തിൽ സംസാരിച്ച് ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചത്. യോഗത്തിന് ശേഷം മണലൂർ താഴം കോൾപ്പടവിലെ കിഴക്കേ ബണ്ടിൽ AEയുമായി എത്തിയ MLA അടഞ്ഞുകിടക്കുന്ന 3 സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന നിലപാടാണ് ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചതോടെ ജില്ലാ കളക്ടറെ വിളിച്ച MLA ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ കരാറുകാരെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അടിയന്തരമായി 3 സ്ലൂയിസുകൾ തുറക്കാൻ നടപടി വേണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. വർഷങ്ങളായി തുറക്കാതെ കിടക്കുന്ന സ്ലൂയിസുകളാണ് ഇതെന്നും ഒരു കാരണവശാലും തുറക്കാൻ പാടില്ലെന്ന രീതിയിലാണ് ഇവ അടച്ചിരിക്കുന്നതെന്നും സ്ഥലം സന്ദർശിച്ച MLAക്ക് ബോധ്യപ്പെട്ടു. ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് സ്ലൂയിസുകൾ തുറപ്പിക്കാൻ നടപടിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം താൻ നേരിട്ടിടപെട്ട് തുറക്കുമെന്നും ജില്ലാ ഭരണകൂടത്തിന് MLA മുന്നറിയിപ്പ് നൽകി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, ജനപ്രതിനിധികളായ CP പോൾ, K രാഗേഷ് എന്നിവരും MLAക്കൊപ്പം പടവിൽ എത്തിയിരുന്നു. അന്തിക്കാട് പോലീസും സ്ഥലത്തെത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.